റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു മെയിൻ പ്രോബ്ലമായിട്ട് സാധാരണ കാണുന്നത് ഈ നമ്മളുടെ ബാക്ക് ബോണിൻ്റെ ഇഷ്യൂസാണ്. സ്പോണ്ടിലൈറ്റിസ്, അങ്ങനെ പല രീതിയിലുള്ള ആംഗുലൈസിങ് ഇഷ്യൂസൊക്കെ. അപ്പോൾ ശരിക്കും അത് ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസുമായിട്ട് ബന്ധമുണ്ടോ? അങ്ങനെ വരുന്ന കേസുകളിൽ സാധാരണ കാണുന്നത് അത് ആ എല്ലോ അല്ലെങ്കിൽ ആ ഏരിയയോ ഡാമേജ് ആയി പോകുന്നതായിട്ടാണല്ലോ. അപ്പം ശരിക്കും അങ്ങനത്തെ കേസുകളിൽ ഈ പറയുന്ന പോലെ അവരെ കൊണ്ടൊക്കെ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ ഇപ്പം എന്തെങ്കിലും ഒരു ഫിസിക്കലായിട്ട് മൂവ്മെൻ്റ് ഒക്കെ വേണമെങ്കിൽ അത് സാധ്യമാണോ? അവർക്കും ഇങ്ങനെ ഒരു ഫിസിക്കൽ പാർട്ടും കൂടെ ഇതിലുള്ളതുകൊണ്ട്, ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷനിലുള്ളതുകൊണ്ട് അവർക്കും ഇത് പോസിബിൾ ആണോ? അവർക്കാണെങ്കിൽ എന്തായിരിക്കും സാധാരണ ബെനിഫിറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും? ആങ്കലോസിങ് സ്പോണ്ടിലൈറ്റിസ് എന്ന് പറയുന്നതും ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് തന്നെയാണ്. നമ്മളിപ്പോൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെ നമ്മൾ കയ്യിലൊക്കെ വരുമ്പോൾ നമ്മൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയും. അതിന് തന്നെ സ്പൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വെർട്ടിബ്രൽ കോളം, നട്ടലിൻ്റെ സിസ്റ്റത്തെയാണ് ബാധിക്കുന്നതെങ്കിലാണ് നമ്മൾ പറയുന്നത് സ്പോണ്ടൈലോസിങ് ആർത്രൈറ്റിസ് എന്ന് പറയും. അതുപോലെ തന്നെ സ്പോണ്ടൈലോസിസ് എന്നും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ഈ സ്പോണ്ടൈലോസിസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്പൈനിനെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ബാധിക്കുന്നത്, അതായത് ആ കാർട്ടിലേജ് സെക്ഷനെ, അതിലാണ് നമ്മൾ ഡിസ്ക് പ്രൊലാപ്സ്, ഡിസ്കിന് പ്രശ്നങ്ങളെന്നൊക്കെ പറയില്ലേ, അത് സ്പോണ്ടൈലോസിസ് എന്ന് പറയും. അത് കാർട്ടിലേജിനെ ബാധിക്കുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ടൈപ്പ് ഓഫ് ഡിസീസ് തന്നെ. മറ്റേതാണ് സ്പോണ്ടൈലൈറ്റിസ്, അത് ആൻക്ലോസിങ് സ്പോണ്ടൈലൈറ്റിസ്. അത് ഇൻഫ്ലമേഷൻ കൊണ്ട് ഫിക്സായി പോവുക, നമ്മുടെ കയ്യിൽ വിരലൊക്കെ ഫിക്സായി ഡാമേജ് വരുന്നത് പോലെ തന്നെ. മറ്റത് വെർട്ടിബ്രൽ കോളത്തെ നട്ടെല്ലുകൾ 33 പോയി ഡിഫറെൻ്റ് വെർട്ടിബ്ര കൂടിയാണ് നമ്മുടെ ഈ വെർട്ടിബ്രൽ കോളം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ജോയിൻ്റാണ് നമുക്ക് ഈ ഫ്ലെക്സിബിലിറ്റി തരുന്നത്. നമുക്ക് തിരിയാനും അതുപോലെ കുനിയാനും വരാനും ഒക്കെ ഉള്ള ആ ഫ്ലെക്സിബിലിറ്റി അവിടെ നിന്നാണ് കിട്ടുന്നത്. അവിടെയാണ് അതിൻ്റെ ഡാമേജ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻ്റ്, ഞാൻ അതിൽ ഒരു പേഷ്യൻ്റ് അത് തന്നെ ഞാൻ എക്സാമ്പിളായിട്ട് പറയാം. ഇതൊരു 56 ഇയർ ഓൾഡ് ലേഡിയാണ്. അവർ 157 സെൻറ്റിമീറ്റർ പൊക്കം, 46 കിലോ ഉള്ളു. സാധാരണ ഈ ഓർത്രൈറ്റിസ് പേഷ്യൻസിനെല്ലാം കൂടുതൽ ഓവർ വെയിറ്റ് വന്നിട്ടുണ്ടാകും. പക്ഷേ ഇവർ മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് അവർക്ക് ഒട്ടും പറ്റിയല്ല. അതുകൊണ്ട് മോഡേൺ മെഡിസിൻ സ്റ്റീറോയിഡ്സ് ഒന്നും അവരധികം എടുത്തിട്ടില്ല.